ഇവിടെ മത്സരം കാണാൻ മറ്റ് വിശിഷ്ട അതിഥികളൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ അവരിൽ നിരവധി പേരെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് എ റഹീം MP ആണ്. അദ്ദേഹത്തോട് ഈ കലോത്സവത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അത് പ്രവിത ചോദിക്കുമായിരുന്നു, പണ്ട് സ്കൂളിൽ ഇങ്ങനെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ അത് രസകരമാണല്ലോ അത്തരം വിശേഷങ്ങൾ കേൾക്കാൻ. കാരണം ഈ രാഷ്ട്രീയത്തിന്റെ ചൂട്, പുറത്ത് വല്ലാത്ത ചൂട്, അതിനിടയിൽ ഇത്തരം മത്സരങ്ങളുടെ വിശേഷങ്ങളും പഴയ ഓർമ്മകളും ഒക്കെ പങ്കുവയ്ക്കുമ്പോൾ വലിയ സന്തോഷമാണ് അല്ലേ? തീർച്ചയായിട്ടും. യഥാർത്ഥത്തിൽ ഓരോ കലോത്സവ സ്ഥലത്തേക്ക് പോകുമ്പോഴും എനിക്കെല്ലാം എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയാണല്ലോ, ആതുരതയാണല്ലോ. പണ്ട് കലോത്സവങ്ങൾ കാണാൻ പോയ ഓർമ്മ, കലോത്സവങ്ങൾ സംഘടിപ്പിച്ച ഓർമ്മ, മത്സരങ്ങളിൽ പണ്ട് പങ്കെടുത്ത ഓർമ്മ, ഇതൊക്കെ. ആ മത്സരങ്ങളിൽ പങ്കെടുത്തെന്ന് പറഞ്ഞല്ലോ, ഏതൊക്കെ ഇനങ്ങളായിരുന്നു? അന്നത്തെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് എല്ലാ മത്സരങ്ങൾക്കും പേര് കൊടുക്കുമായിരുന്നു, മത്സരിക്കാനുള്ള താല്പര്യത്തിന്. പ്രധാനപ്പെട്ട ഐറ്റം മോണോ ആക്ട് ആയിരുന്നു. മോണോ ആക്ടും നാടകം പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു. അത് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. അങ്ങനെ എന്താ പറയാ, അടുത്ത സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ അതുണ്ടോ? ഇല്ല, ഇപ്പോഴും പിന്നെ അങ്ങനെയൊക്കെ അതിനൊരു ടച്ചൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുപോയല്ലോ, വേറൊരു മേഖലയിലായി. പ്രസംഗം അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീട് കോളേജിലേക്ക് വരുമ്പോൾ കോളേജിലും നാടകം ഒരു പ്രധാനപ്പെട്ട മേഖലയായിരുന്നു. ഒരുപാട് നാടക മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ മോണോ ആക്ട് ആയിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ഐറ്റം. പിന്നെ അനുബന്ധമായ എല്ലാ കാര്യങ്ങളും. ഇപ്പോഴത്തെ മോണോ ആക്ട് ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ നമ്മുടെ ന്യൂസിലൊക്കെ വരുന്ന നിരവധി വാർത്തകളാണ് പലപ്പോഴും അവർ മോണോ ആക്ട് ആയിട്ട് അവതരിപ്പിക്കുന്നത്. അന്നപ്പോ അങ്ങനെ ആയിരുന്നു? അല്ല, ഒരു വലിയ ഒരു മാറ്റം, പരിണാമം വളരെ പ്രകടമായിരുന്നു. അതെ, പരിണാമം വളരെ പ്രകടമായിരുന്നു. അന്ന് ഞങ്ങളെല്ലാം, എൻ്റെ എല്ലാം സ്കൂൾ ടൈമിന് കുറച്ച് സീരിയസ് മാറ്ററുകളായിരുന്നു മോണോ ആക്ടിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് അത് മാറിയിട്ട് ഈ പതുക്കെ ഈ ഇത്തരത്തിലുള്ള സറ്റയർ, സർക്കാസ്റ്റിക്, ഒരു സോഷ്യൽ എലമെന്റ്, ഇങ്ങനെയൊക്കെ അങ്ങ് മാറി. മുൻപ് ഞങ്ങളൊക്കെ ചെയ്തു പഴയ കഥാപാത്രങ്ങൾ, ആ കഥാപാത്രങ്ങളെയൊക്കെ എടുത്തിട്ട് അതിനെയാണ് മാർക്ക് ആന്റണിയൊക്കെ ഞാൻ ചെയ്തതെന്ന് ഓർമ്മിക്കുന്നുണ്ട്. മാർക്ക് ആന്റണിയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു. പിന്നീട് അത് മാറിയിട്ട് ഇപ്പൊ പിന്നെയും കുറേയൊക്കെ കൂടുതൽ മാറിയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നല്ല സറ്റയർ ആയിട്ടുള്ള പുതിയ നല്ല കണ്ടന്റുകൾ. അവസാനമായി ഒറ്റ ചോദ്യം കൂടി, ഒരു നഷ്ടബോധം തോന്നുന്നുണ്ടോ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കാത്തതിൽ? അയ്യോ, തീർച്ചയായിട്ടും. സ്കൂൾ കലോത്സവങ്ങൾ എന്ന് പറഞ്ഞാലേ ഇത് വരാൻ തോന്നുന്ന, വീണ്ടും കാത്തിരിക്കാൻ തോന്നുന്ന ഒരു വലിയ അനുഭവമാണ്. നമുക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങളാണെങ്കിലും ഇപ്പൊ വളരെയധികം നന്ദി MP ഞങ്ങളോടൊപ്പം 24 പ്രേക്ഷകർക്കൊപ്പം പങ്കുചേർന്നതിന്. നമ്മളിനി സ്മിത നേരെ കാക്കനാട് സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. അവിടെ ക്രിസ്റ്റീന ചെറിയാൻ ചേരുന്നുണ്ട്. TTS സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കാക്കനാട് സ്റ്റുഡിയോയിൽ നിന്നാണ് ഇനി കൂടുതൽ വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്.